ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഇപ്പം എൻ്റെ ലഞ്ച് ബ്രേക്കാണ്. സമയം ഇപ്പോൾ 2:30 ആയി. പക്ഷേ എനിക്ക് കുറച്ചധികം പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതെല്ലാം കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് എടുക്കാം. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനിയും അത് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ അത് വേണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് എനിക്ക് ഞാനിങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഐ വിൽ ടേക്ക് എ വീഡിയോ ആൻഡ് show you all what I'm going to eat. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും നമ്മുടെ നാടൻ ഫുഡുകൾ, നമ്മുടെ ചോറും മീൻകറിയും ചമ്മന്തിയും പപ്പടവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം കുറേ നാൾ അത് തന്നെ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പം വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ചോറും കറിയൊക്കെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ കടയിൽ പോയപ്പോഴത്തേനും ഞങ്ങളൊരു ആ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഇറ്റാലിയൻ എന്തോ ഒരു സംഭവമാണ്. കുറേ ചീസൊക്കെ ഉള്ള ഒരു ഐറ്റം ഞങ്ങൾ മേടിച്ചിട്ട് വന്നു. ഫ്രോസൺ സംഭവമാണ്. അപ്പം അത് ഞാൻ കഴിക്കാൻ പോകണം. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, എനിവേ എന്തോ ഒരു പുതിയ സാധനമല്ലേ ഞാൻ കഴിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഐ വിൽ ടേക്ക് എ വീഡിയോ. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോലെ നമുക്ക് താഴെ പോയിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് ആ സാധനം എടുക്കാം. എന്താ പേര്, എന്താ ഐറ്റം, എന്താണ് ടേസ്റ്റ്, ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കമോൺ. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടെ ഒരു ചെമ്പരത്തി ചെടിയുണ്ട് കേട്ടോ. ഈ ചെമ്പരത്തി ചെടിക്കകത്ത് ഇങ്ങനെ നിറച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിതിനകത്തൊരു 4 പൂക്കളുണ്ട്. പിന്നെ ദിവസം ഒരു 2 പൂവെങ്കിൽ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന അനുസരിച്ച് ഞാനത് സിപ്പ് ലോക്കിലാക്കി ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യും. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും മുടിയിൽ താളിയായിട്ടോ. പിന്നെ ഞാൻ എന്തോ എനിക്ക് ഭയങ്കര ഇത് കളയാനായിട്ട് തോന്നുന്നില്ല. കാരണം നാട്ടിലൊക്കെ ആവുമ്പോൾ നമുക്ക് ചെമ്പരത്തിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഇവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല അധികം. എനിവേ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ 4 സീസണായിട്ട് എല്ലാ ചെടികളുടെ അവസ്ഥയൊക്കെ എന്താവും, ഈ ചെമ്പരത്തിയുടെ അവസ്ഥ എന്താവും എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഓർത്തു ഫോർ ദ ടൈം ബീങ് എന്തായാലും ഈ പൂക്കൾ വെറുതെ കളയണ്ട. അങ്ങനെ ഞാൻ സിപ്ലോക്കെ ആക്കി വെച്ച് എല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. ലൈക്ക് ഇപ്പൊ സെറ്റി ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ടു. അല്ല, എവിടെയാണ് സെറ്റിന് മുന്നേ? സെറ്റി വാസ് ഹിയർ. സെറ്റി ഇവിടെ ആയിരുന്നു. അതിപ്പോ ഞാൻ ഇങ്ങോട്ട് ഇട്ടു. പിന്നെ ചെടികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. മൊത്തത്തിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൗണ്ട് അടിപ്പിച്ചു. ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് റൗണ്ട് അടിച്ചാണ്. അറിയത്തില്ല, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കൊരു പുതിയ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീല് കിട്ടും. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞ, ഞാൻ ഇന്നത്തെ എന്റെ ഫുഡ് കാണിച്ചു തരാം. ലെറ്റ് മീ ഓപ്പൺ ദ ഫ്രിഡ്ജ്. അപ്പൊ ഇത്രയും ചെമ്പരത്തി ഇങ്ങനെ പൊഴിഞ്ഞു വീണത് പൂക്കൾ ഞാൻ എടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്തതാണ്. കഴിക്കാനുള്ള സംഭവം എടുക്കാം. യെസ്, അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം. ഇതിന്റെ പേര് മൈക്കൽ ആഞ്ചലോസ് 3 ചീസ് ബേഗ് സിറ്റി. ZITI അതാണ് സംഭവം. എനിക്ക് തോന്നുന്ന കൈൻഡ് ഓഫ് എന്തോ പാസ്തയാണ്. ഇതിനകത്ത് ഇപ്പം ക്രീം സോസ് ഉണ്ട്, കുറെ മോസറല്ല ചീസ്, കുറെ ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ചീസും ക്രീം സോസിന്റെ ഒക്കെ ഭയങ്കര ഒരു എക്സ്ട്രാ ആയിട്ട് എല്ലാം ചീസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും ഇതിനകത്ത് ഇവര് കാലറി കുറച്ചധികം കാലറീസ് ഉണ്ട് കേട്ടോ. 610 കാലറീസ് ഉണ്ട്. ഓക്കെ, സാരമില്ല, മനസ്സിന്റെ വയൽ ഇതൊന്നും കുഴപ്പമില്ല. ഞാനിങ്ങനെ എപ്പോഴും ഒന്നും കഴിക്കാറില്ല. എനിവേ ഐ ആം ഗോയിങ് ടു ഈറ്റ് ദിസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സംഭവമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കുക്കിംഗ് ഡയറക്ഷൻസ് ഒന്നിന് നമുക്ക് ഓവനിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഉണ്ടാക്കാം. ഓവനിലാണെങ്കിൽ കുറെ സമയം എടുക്കും. എനിക്ക് അതിനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് മൈക്രോവേവിൽ ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, എനിക്ക് കഴിക്കാം. എന്നിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. എടുത്ത് കഴിയുമ്പം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാ അറിയാം, ഫുൾ ഓഫ് ചീസാണ്. $5 to 6 minutes വരെ ഹീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ 6 minutes കൊടുക്കാം. സംഭവം റെഡി ആട്ടെ. ആ സമയത്ത് നമുക്ക് അവിടെ പോയി കുറച്ച് സംസാരിച്ചാലോ? കം വിത്ത് മീ. ഇത് എൻ്റെ ഒരു മിനിറ്റ്.
പുതിയൊരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ബാക്കിലൊരു മിററുണ്ട്. ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു മിറർ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഐ ഗോട്ട് ദിസ്. അതൊക്കെയാണ് വിശേഷം. ഒത്തിരി നാളായി ഞാനിങ്ങനെ സംസാരിക്കുന്ന ഫുൾ ഫ്ലെഡ്ജിൽ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നത്. എനിക്ക് എപ്പോഴും ഒന്നും അതിനുള്ള ഒരു മൂഡ് കിട്ടാറില്ല. ഇന്ന് എന്തോ ഈ ഫുഡ് കഴിക്കാനുള്ള ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഓർത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ഭയങ്കര എന്താ. ഹലോ ഗായ്സ്, ഇതിന് തൊട്ട് മുന്നുള്ള ക്ലിപ്പിൽ ഞാനിങ്ങനെ ഞെട്ടി തെളിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അത് വേറൊന്നുമല്ല, എനിക്ക് ഒരു ഇമെയിൽ വന്നു. അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിലോട്ട് പോകേണ്ടി വന്നു. കുഴപ്പമില്ല, 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഓഫീസിലോട്ട് പോയി ഞാനെന്താ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ സിറ്റിക്ക് എന്ത് പറ്റി എന്നെനിക്കറിയത്തില്ല. അതിപ്പോൾ മൊത്തം തണുത്ത് പറിച്ചൊരു വഴിയായി കാണുമായിരിക്കും. ഇനിയിപ്പോൾ ഞാനിങ്ങനെ സിഗ്നൽ നോക്കുവാണ് കേട്ടോ. ഇപ്പോൾ റെഡ് ലൈറ്റ് കിടക്കും, അതാണ്. ഓക്കെ, എനിവേ ഞാനിപ്പോൾ വീട്ടിലെത്തുമ്പോൾ കുച്ചു ഇപ്പം തന്നെ വരും. അപ്പം ഞാനും കുച്ചും കൂടെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും സിറ്റി. എന്തായാലും രാവിലെ തൊട്ട് ഞാനിങ്ങനെ ആറ്റുനോറ്റി വെച്ചിരുന്ന, അപ്പോൾ സിഗ്നൽ വന്നു, ഞാൻ പോവാണ്. വെച്ചിരുന്ന എൻ്റെ സിറ്റി കുളമായി ഗൈസ്. ഓക്കെ ബൈ. അപ്പം ഞാൻ വന്ന് ഇറങ്ങിയതും കുച്ചുവിൻ്റെ ബസ് വന്നതും ഒരേ സമയത്ത്, കറക്റ്റ് ടൈമിങ്. Come on, ഇവിടെ വാ. That is City. That is City. അമ്മ തുറന്നു നോക്കട്ടെ. അപ്പൊ ഞാൻ വ്ളോഗിന്റെ തുടക്കം തൊട്ട് ബിൽഡപ്പ് കൊടുത്തു വന്ന നമ്മുടെ സിറ്റി ഏകദേശം തണുത്ത് പറിച്ചൊരു കുളമായിട്ടുണ്ട്. ഇവിടെ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ ഗൈസ്. അപ്പൊ സിറ്റി എനിക്ക് സിറ്റി. ഇതാണ് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നേരെ ഒന്നുകൂടെ ചൂടാക്കാം. കാരണം തണുത്തപ്പത്തേനും ചീസൊക്കെ ഒന്നുകൂടെ സോളിഡ് ആയിപ്പോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറെ ചീസും അതും ഇതും എല്ലാം കൂടി ഇടുമ്പോൾ അതിന് ടേസ്റ്റ് വരുമല്ലോ. സോ ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുച്ചുന് വേണ്ടെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി അവനെ എന്തെങ്കിലും ഫുഡ് സെറ്റ് ആക്കട്ടെ. അപ്പൊ ദാറ്റ്സ് ഓൾ മൈ സിറ്റി വ്ളോഗ്. ഞാൻ സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. സിറ്റി എന്ന് തന്നെ ഉണ്ട്, എന്തോ എന്റെ പേര്. ഓക്കെ, അപ്പൊ ശരി, അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.